ഇപ്പം ഇതിൽ പോവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് വന്നാലും ആ ലൈഫിനെ ആ ഒരു രീതിയിലേ കാണുള്ളൂ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് മാത്രമേ കാണുള്ളൂ എന്ന് ഉറപ്പുള്ളവർ മാത്രമാണെങ്കിൽ അതിൽ പോവാം. അല്ലാതെ അയ്യോ എനിക്ക് രക്ഷപ്പെടണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഫെയിം വേണം, അല്ലെങ്കിൽ അതായത് എന്താ പറയുക, നമ്മളെ പോസിറ്റീവ്സ് മാത്രമേ അവർ കാണിക്കുള്ളൂ എന്ന് വിചാരിച്ച് പോകുന്നവരാണെങ്കിൽ പെടും. അവരിടില്ല. അവർക്ക് പുറത്ത് ആൾക്കാർക്ക് എന്താ അടിയിടിയും കുത്തും ബഹളമൊക്കെ കാണാനും കേൾക്കാനാണ് താല്പര്യം. അപ്പൊ ആ ഒരു കണ്ടന്റ് അങ്ങനെ എന്താണോ വരുന്നത് അതായിരിക്കും അവർ ഔട്ട് കൊടുക്കുക. നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴേ കാണുന്നു ഇങ്ങനെയാണ് നമ്മുടെ ഔട്ട് വന്നതെന്നല്ലേ? അതാണ്. അതായത് സ്ക്രിപ്റ്റഡ് ആണ്, പക്ഷെ നിങ്ങൾ അതിനു മുമ്പ് കാണിച്ച കാര്യങ്ങൾ അല്ല. കുറെ പേര് ചോദിക്കുന്നുണ്ട് സ്ക്രിപ്റ്റഡ് ആണോ സ്ക്രിപ്റ്റഡ് ആണോ. എങ്ങനെ അഭിനയിക്കാൻ പറ്റും 100 ദിവസം ആൾക്കാർ? ഇല്ല, സ്ക്രിപ്റ്റഡ് ഇല്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു 2 ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആവും, ക്യാമറ ഉണ്ട്. നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ നടത്തം എന്താണെങ്കിലും കുറച്ച് പേരൊക്കെ ഉണ്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്ന, അങ്ങനെയൊക്കെ ലാസ്റ്റ് ദിവസം അപ്പൊ തലയൊക്കെ ചോറ് പ്രാതടിച്ചിങ്ങനെ പിന്നെ ലിവിംഗ് റൂമിൽ ഇരിക്കണ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ കുളിക്കാൻ കയറിയിട്ടുള്ളൂ, അതേപോലെ മുണ്ട കൊടുത്തിട്ടൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. നമ്മള് ടോട്ടലി ക്യാമറ ഉണ്ടെന്നുള്ളത് നമ്മൾ മറന്നുപോകും. അത് നമ്മൾ അത്രയും കാര്യം എന്താ പറയുക, നമ്മൾ ഫുൾ പാക്ഡ് ആണ്, ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾഡ് ആയിരിക്കും ചില ദിവസങ്ങൾ നമുക്ക് ഒന്നും ഉണ്ടല്ലോ, വെറുതെ ഫ്രീ ആയിട്ടിരിക്കും. അപ്പോഴാണ് നമ്മൾ ഈ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് ചുമ്മാ നമ്മൾ തന്നെ പാടി. രാവിലത്തെ ഈ ഡാൻസ് കളിക്കുന്ന ഈ പരിപാടി ഭയങ്കര എനർജി ആവാൻ വേണ്ടിയിട്ടാണ്. എനർജി ആവാൻ വേണ്ടി ആക്ച്വലി നല്ലതാ. ഞങ്ങൾ ഈ പവർ റൂമിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ കൃത്യം സമയത്ത് പാട്ട് വരുന്ന സമയത്ത് എല്ലാവരും ഫ്രണ്ടിൽ വേണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് എന്തെങ്കിലും വർക്കൗട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ദിവസം കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് ഇരിക്കും. ഇത് പാതിരാത്രി എപ്പോഴും വെളുപ്പാങ്കാലത്തായിരിക്കും കിടന്നുറങ്ങുന്നത്. നമ്മൾ ടൈം അറിയുന്നില്ല അതിന്റെ അകത്ത്. 2 മണിക്കോ 3 മണിക്കൊക്കെ ആയിരിക്കും കിടന്നുറങ്ങുന്നത്. വാച്ച് ഒന്നുമില്ല, വാച്ച് പോയിട്ട് ഒന്നും അലോഡല്ല. ഞങ്ങള് വാച്ച് അലോഡാണെന്നാ വെച്ചു, കാരണം സമയം നോക്കണ്ടേ. എന്ത് കാര്യത്തിന് അവർക്ക് നമ്മൾ സമയം ഒന്നും അറിയില്ല. നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഏത് സമയാ, ലഞ്ച് കഴിക്കുന്ന ഏത് സമയാന്നൊന്നും ഒരു പെടുത്തില്ല. ഞങ്ങളിങ്ങനെ ഈ സൂര്യന്റെ ഒരു ലെവൽ അനുസരിച്ച് നമ്മള് അത് കൂടുതലും സായിയാണ് കണ്ടുപിടിക്കുക. സൂര്യനെ നോക്കിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു 1:30 മണിയായി കാണും. ഇങ്ങനെ ഓരോന്നൊക്കെ സമയം ഇപ്പൊ 8:30. അത് ടിവിയിൽ മാത്രമേ നമുക്കില്ല. ഞാൻ ഫോൺ അലൗഡ് അല്ല. ഓക്കെ, അങ്ങനത്തെ ഈ വാച്ചിന്റെ കാര്യം എനിക്ക് ഇങ്ങനെ ബാഗിന്റെ വാച്ച് ഒളിപ്പിച്ചാലും കണ്ടുപിടിക്കുവര്. ഈ ബാഗ് എല്ലാം നമ്മളെ റൂമിൽ, അതായത് നമ്മൾ എൻട്രി ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ബാഗ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് അവര് ഫുള്ള് എല്ലാം അരിച്ചു പറക്കും. എല്ലാം അരിച്ചു പറക്കിയിട്ടാണ്, അതായത് ഇവൻ നമ്മുടെ എല്ലാ ഡ്രസ്സും കൊടഞ്ഞ് അത് ഉള്ളിൽ നോക്കി തിരിച്ചു നോക്കിയൊക്കെയാണ് അവര് തന്നെയാണ് മടക്കിയിട്ട് അവര് തന്നെയാണ് പിന്നെ നമുക്ക് അതെന്താ ചെയ്യുക, പെട്ടി അയച്ചു തരുന്നത്. അല്ലാതെ നമ്മൾ പെട്ടിയും കൊണ്ട് ഡയറക്റ്റ് റൂമിലേക്ക് കയറി പോയില്ല ഒരു സാധനം പോലും. ഇപ്പം ഈ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അവരുടെ റിക്വയർമെന്റ് എന്താണെന്നുള്ളത് അവർ നേരത്തെ കൊടുക്കും. അപ്പോൾ സിഗരറ്റിന്റെ ഒരു ഇത് അവർ ഓരോ ടൈമിന് അങ്ങനെ കൊടുക്കും. പിന്നെ മരുന്ന്, ഈ പ്രഷറിന്റെ ഗുളിക കഴിക്കുന്നവർ, അങ്ങനെ മരുന്ന് കഴിക്കുന്നവരുണ്ടാവും. അതും അവര് എന്താ പറയാ, അവരാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. നമ്മളൊന്നും ക്യാരി ചെയ്യില്ല. സമയം നോക്കാതെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. എങ്ങനെ 100 ദിവസം ആൾക്കാർ സമയം നോക്കാതെ സമയം നോക്കാതെ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും വിഷമമൊക്കെ വന്നതിനാൽ നമ്മൾ സാധാരണ ഒക്കെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ എടുക്കുക, ആരെങ്കിലും വിളിക്കാൻ, സംസാരിക്കാം. അതെ, ഞാൻ ഒക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുക്കും, നേരെ പോവും, പുറത്തു പോകും, കാറ്റുകളും തിരിച്ചു വരും. ഇതൊന്നും അതിൽ പറ്റൂല. നമ്മൾ ഈ വഴക്കിടുന്ന ആൾക്കാരെ തന്നെ പിറ്റേ ദിവസം രാവിലെ അവരെ തന്നെ കണി കാണണം, അവരെ തന്നെ കണ്ടോണ്ടിരിക്കണം. ഈ വഴക്കിടുന്ന കാര്യം ജിൻഡുമായിട്ട് ഭയങ്കര വഴക്കായിരുന്നല്ലോ. അതെ, ജിൻഡോ ബ്രോനായിട്ട് ഭയങ്കര വഴക്കായിരുന്നു. അത് എങ്ങനെയായിരുന്നു? ഇപ്പം നിങ്ങൾ ഭയങ്കര കോണ്ടാക്ട് ഒക്കെ ഉണ്ടാ? കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കാണുമ്പോഴൊക്കെ, ഇപ്പൊ എന്റെ അനിയന്റെ ഫംഗ്ഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ സ്ഥിരം കോണ്ടാക്ട് അങ്ങനെയൊന്നും ഇല്ല. ഈ ഫൈറ്റ് നടക്കുമ്പോൾ ഒരു ക്ലിപ്പ് ഓർത്തുമല്ലോ, അപ്പൊ നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ ഡയലോഗ് എന്താ ഇടാത്തത്, അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ ഇപ്പം ബിഗ് ബോസിൽ നടന്ന്? അത് നമ്മള് എന്താ പറയാ, ഫൈറ്റ് നടക്കുന്നതൊക്കെ ആ സമയത്തുള്ള പ്രഷർ നമുക്കെല്ലാം അറിയുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ ക്ലിപ്പിൽ അതിന് മുന്നത്തെ കാര്യം കാണിച്ചിട്ടുണ്ടാവില്ല, അത് കഴിഞ്ഞിട്ടുള്ള, അതായത് ഇപ്പൊ നമ്മൾ തല്ലു പിടിക്കുന്നത് മാത്രമേ അവർ കാണിച്ചിട്ടുണ്ടാവുള്ളൂ. ആ തല്ലു പിടുത്തം കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിച്ച് ബ്രോ സാരില്ല പോട്ടെ, അല്ലെങ്കിൽ എന്റെ അടുത്ത് വന്നിട്ട് സാരില്ല എന്ന് പറയുന്ന സാധനം ഉണ്ടാവും, അത് കാണിക്കൂല. അതിന്റെ ആവശ്യമില്ലല്ലോ അവർക്ക്, അത് വേണ്ട അവർക്ക്. അങ്ങനെ പിന്നെ അങ്ങനെ പക്ഷെ അതൊരു ഗെയിം ഷോ ആണ്, അതൊരു റിയാലിറ്റി ഷോ ആണ്. ആൾക്കാരാണ്, അതായത് നമ്മൾ അതൊക്കെ വിട്ടു, ലൈക്ക് അതൊരു ഗെയിമാണ്, കഴിഞ്ഞു. പക്ഷെ
പുറത്തുള്ള ആൾക്കാർ ഇപ്പോഴും ഗെയിം കളിച്ചോണ്ടിരിക്കാന്ന്. അയ്യോ നമ്മള് യൂട്യൂബിലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ്സ് കണ്ടാൽ മനസ്സിലാവും അവരിപ്പോഴും ബിഗ് ബോസിൽ തന്നെയാണ്. അതായത് കാണുന്ന പ്രേക്ഷകർ ഇപ്പോഴും ബിഗ് ബോസിൽ തന്നെ. ഈ ഫൈറ്റ് നടന്ന ആൾക്കാർ പിന്നെ മിണ്ടത്തില്ല, കാണത്തില്ല, അങ്ങനത്തെ ഒരു തോട്ടാണ്. പക്ഷെ അങ്ങനെ മിണ്ടാതിരിക്കുന്ന കുറച്ച് പേരും ഉണ്ട് കേട്ടോ. അത് അത്രയും അവർക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട്. പക്ഷെ അവരോടും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് അതൊരു റിയാലിറ്റി ഷോ മാത്രമാണ്. പിന്നെ ഇനി അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, അതായത് നമ്മള് അതിന്റെ അകത്ത് കാണുന്നതല്ല സത്യമല്ല. ലൈക്ക് ഇപ്പോ അതിന്റെ അകത്ത് നടക്കുന്നത് സത്യമല്ല, അതൊരു ഷോ മാത്രമാണ്. പുറത്തിറങ്ങിയാലാണ് റിയാലിറ്റി. നമ്മൾ എത്ര പോസിറ്റീവ് അതിനകത്ത് കാണിച്ചാൽ അവരത് ഇടത്തില്ലായിരിക്കും അല്ലേ? അല്ല, അങ്ങനെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലൈക്ക് ഇപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അത് ഒരു വേറൊരു ലോകമാണ്. ഞാനിത് കുറേ പറഞ്ഞിട്ടുണ്ട്. അതായത് അതൊരു വേറൊരു ലോകം. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ അതാണ് റിയാലിറ്റി എന്ന് വിചാരിക്കും. പക്ഷെ പുറത്ത് വരുമ്പോഴാണ് ശരിക്കും പുറത്തുള്ള ലോകമാണ് റിയാലിറ്റി. അത് കൈൻഡ് ഓഫ് കുറേയൊക്കെ ഫേക്ക് വേൾഡാണ്. കുറേയൊക്കെ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ജെന്യൂൻ ആയിട്ട് ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ അങ്ങനെ. ഈ ബിഗ് ബോസിൽ പോകാൻ നിൽക്കുന്ന ആൾക്കാർ നമുക്ക് എല്ലാവർക്കും ഒരു തോട്ടാണ് എങ്ങനെ അവിടെ നമുക്ക് 100 ദിവസം നിൽക്കാം. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ മിണ്ടാതെ നിൽക്കണോ, റിയാക്ട് ചെയ്യണോ? ഓവർ റിയാക്ട് ചെയ്താലും പുറത്തു പോകും. നമ്മളെ എന്തൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ നിങ്ങളായിട്ട് നിന്നാൽ മതി. നിങ്ങൾ നിങ്ങളായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിലൊരു ജെന്യൂനിറ്റി ഉണ്ടാവും. അത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് അവിടെ കൂടുതൽ നല്ല നിൽക്കാൻ പറ്റും. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നിങ്ങളങ്ങനെ നിന്നോ. പക്ഷെ അതിൻ്റെ അകത്ത് കഷ്ടപ്പെടും. അതിൻ്റെ അകത്ത് കഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് തല്ലുപിടിക്കുക, അപ്പൊ വേറൊരാൾ വന്ന് ഇടപെട്ടില്ല, ഒന്നും മിണ്ടാതെ ഒരു സൈഡില്, കാരണം അയാൾ ചെയ്യുന്ന കറക്റ്റാ, അയാൾ ഇടപെടേണ്ട കാര്യമില്ല, ഇത് നമ്മൾ തമ്മിലുള്ള പ്രശ്നം. അപ്പൊ വേറൊരാൾ ഇടപെടേണ്ട കാര്യമില്ല. പക്ഷെ എല്ലാരും പറയും നീ ഭയങ്കര സൈലന്റ് ആണ്, നീ ഒന്നിനും ഇടപെടുന്നില്ല, നീ ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ അയാളെ നോക്കുമ്പോ ഞാൻ തേങ്ങൊക്കെ ഇടപെടുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ആവശ്യമില്ലാന്ന് വരും. പക്ഷെ അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പൊ അവര് നോമിനേറ്റ് ചെയ്യും, ഇയാളൊന്നിനും ഇടപെടുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല, ഭയങ്കര സൈലന്റ് ആണ്.